ഇപ്പൊ സമയം എത്ര ഏട്ടാ? 10:20. 10:20. നമ്മളിപ്പോ എവിടെ വന്നിരിക്കുന്നറിയാവോ? KFC-യിലാണ് നമ്മൾ വന്നിട്ടുള്ളത്. ചിക്കൻ ഇഷ്ടമാണോ? ചിക്കനാണ് മെയിൻ അല്ലേ ഉള്ളത്. ചിക്കൻ്റെ ആളാണ്. ടൈം ഇത്ര ലേറ്റ് ആയതുകൊണ്ട് ഷോപ്പ് ക്ലോസ് ചെയ്യാൻ ചാൻസ് ഉണ്ടെന്ന് ഞങ്ങൾ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ എന്നാലും കുറച്ച് കസ്റ്റമേഴ്സ് ഉണ്ടായിരുന്നിട്ടുണ്ട് ഇവിടെ. ഇൻസ്റ്റയിൽ റീല് കണ്ടിട്ടാണ് 299 കോംബോ ഓഫർ ഞങ്ങൾ ഇവിടെ വാങ്ങാനായിട്ട് വന്നിട്ടുള്ളത്. ഡൈനിങ്ങിന് മാത്രമേ ഈ ഒരു ഓഫർ ഉള്ളൂ, പാഴ്സലിനൊന്നും ഈ ഓഫർ ഇല്ലായിരുന്നു. അങ്ങനെ ഞങ്ങൾ അത് വാങ്ങാനുള്ളൊരു പ്ലാനിങ്ങിലായിരുന്നു വന്നിട്ടുള്ളത്. പക്ഷെ ഇവിടെ വന്നപ്പോൾ അവർ തന്നെ പറയുകയാണ് 8 പീസ് വന്നിട്ട് കുഞ്ഞു പീസും പിന്നെ 2 പീസാണ് വലുത് വരുന്നത്. പിന്നെ അത് കിട്ടാനായിട്ട് നിങ്ങൾ അരമണിക്കൂറെങ്കിലും വെയിറ്റ് ചെയ്യേണ്ടി വരും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ വേറൊരു ഓഫർ നോക്കിയപ്പോൾ 200-നകത്തായിട്ട് 4 പീസ് അത്യാവശ്യം വലിപ്പമുള്ളത് കിട്ടിയിട്ടുണ്ട്. അങ്ങനെ അതാണ് ഞങ്ങൾ ഓർഡർ ചെയ്തിട്ടുള്ളത്. അങ്ങനെ ആ കോംബോ വരുന്നത് ഞങ്ങൾ 2 എണ്ണമാണ് ഓർഡർ ചെയ്തിട്ടുള്ളത്. ടോട്ടൽ 8 പീസാണ് വരുന്നത്. തീരെ വലുതൊന്നും അല്ല, ഒരു മീഡിയം സൈസാണ് വരുന്നത്. നിങ്ങൾക്ക് കാണുമ്പോൾ അറിയായിരിക്കുമല്ലോ അല്ലേ. പിന്നെ ഈ കാണുന്ന ഫ്രഞ്ച് ഫ്രൈസ് എന്ന് പറയുമ്പോൾ ഇതിൻ്റെ കൂടെ വരുന്നതല്ല, ഞങ്ങളല്ലാതെ സെപ്പറേറ്റ് ആയിട്ട് ഈ ഫ്രഞ്ച് ഫ്രൈസും ഈ ഒരു പെപ്സിയും കൂടെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു പെപ്സി വാങ്ങാമെന്ന് പ്ലാൻ ചെയ്തപ്പോൾ അവർ പറയുകയാണ് അത് വന്നിട്ട് 58 റേറ്റാണ് വരുന്നത്. കോംബോ ആയിട്ട് എടുക്കുകയാണെങ്കിൽ 90 സംതിങ് എന്നാണ് പറഞ്ഞത്. അങ്ങനെയാണ് ഇത് എടുത്തിട്ടുള്ളത്. നല്ല ക്രിസ്പി ആയിട്ടിരിക്കുന്നല്ലേ? കൊള്ളാവോ? നല്ല ക്രിസ്പി ആയിരിക്കണം. ഫ്രഞ്ച് ഫ്രൈസ് മോക്ക് കൊടുത്തപ്പോൾ മോക്ക് ഫ്രഞ്ച് ഫ്രൈസ് വേണ്ട, അവൾ ചിക്കൻ്റെ ആളാണ്, അവൾക്ക് ചിക്കൻ മാത്രം മതി, ചിക്കൻ സോസും. അവർ മയോണൈസ് വേണമെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇവളുടെ ഈ മയോണൈസ് കഴിപ്പ് ഞങ്ങൾക്കറിയാം, അതുകൊണ്ട് പിന്നെ അത് ക്യാൻസൽ ചെയ്തു. ഒട്ടും പ്രതീക്ഷിക്കാതെയാണ് ഞങ്ങൾ ഇത് വന്ന് കഴിച്ചിട്ടുള്ളത്. ഞങ്ങൾ സൺഡേ വരാമെന്നുള്ള പ്ലാൻ ചെയ്തായിരുന്നു, പക്ഷെ ഞങ്ങൾക്ക് അന്ന് ടൈം കിട്ടില്ല, അതുകൊണ്ട് ഇന്ന് വന്നു. ഒന്നും വേണ്ട, എല്ലാം കഴിച്ച് ഫിനിഷ് ചെയ്തിട്ടുണ്ട്. ഞാൻ മാത്രമല്ല, രണ്ടുപേരുണ്ട്. ഇല്ല 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 ഇല്ല. ഇനി ഈ ഒരു ഫ്രൈ ഇങ്ങനെ അങ്ങ് എടുക്കുക, ഇതിൽ കുറച്ച് ടൊമാറ്റോ സോസ് ഇങ്ങോട്ട് ഒഴിക്കുക, എന്നിട്ട് കറുമുറ അങ്ങ് കഴിക്കുക. കേട്ടില്ല? എന്തോ ചോരയോ? പപ്പയുടെ ചുണ്ടിന് ചോര വന്നോ? എവിടെ? ടിഷ്യൂല് KFC-യുടെ ഒരു മാർക്കായിട്ട് പ്രിന്റ് ചെയ്ത് വെച്ചിരിക്കുമല്ലോ, അതിൻ്റെ റെഡ് കളർ കണ്ടിട്ട് എൻ്റെ മോള് പേടിച്ചു. പപ്പയുടെ ചുണ്ടിൽ ചോര വന്നമ്മ, പപ്പയെ വിളിക്കുന്ന. അങ്ങനെയാണ് ഞാനിത് ശ്രദ്ധിച്ച് ഇവൾ എന്താ പറയുന്നതെന്നുള്ളത്. അതിലൊഴിക്ക്, ചിക്കനിലൊഴിക്ക്. കൊള്ളാവോ? അമ്മയ്ക്ക് കുറച്ച് സോസ് തരുമോ? അപ്പോൾ എല്ലാം നമ്മൾ ഫിനിഷ് ആക്കി വെച്ചിട്ടുണ്ട്. ഫുൾ ഫിനിഷ്. ഓഫർ ഉണ്ടെന്നറിഞ്ഞാണ് ഞങ്ങൾ വന്നിട്ടുള്ളത്. പക്ഷെ ഇവിടെ വന്നപ്പോൾ അവർ തന്നെ പറയുകയാണ് അതിനേക്കാളും നല്ലത് വേറെ ഒരു കോംബോ ഉണ്ടെന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഞങ്ങൾ അതിൽ നിന്ന് മാറി വാങ്ങിയിട്ടുള്ളത്. ഞങ്ങൾ നോക്കി വന്ന കോംബോ 299-ലുള്ളത്. അത് ചെറിയ പീസ് അത് വന്നിട്ട് ചെറിയ പീസാണ്. അതിനേക്കാളും നല്ലത് 200-നകത്ത് വരുന്ന ഒരു ഓഫർ ഉണ്ടായിരുന്നു. അത് വന്നിട്ട് 4 പീസാണ് വരുന്നത്. അത് കുറച്ച് വലിപ്പം ഉണ്ടെന്ന് പറഞ്ഞു. അങ്ങനെയാണ് പിന്നെ ഞങ്ങൾ നേരെ അതെടുക്കാനുള്ള പ്ലാൻ ചെയ്തത്. അപ്പോൾ അത് കഴിച്ചു, ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു. എന്തായാലും കൊള്ളാം. അപ്പോൾ പോയ സ്ഥലം KFC സ്ഥലം ബാലരാമപുരത്താണേ. അപ്പോൾ ഇന്നത്തേക്ക് അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. ടാറ്റ. വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. ബൈ.